ഞാൻ കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ടൊരു ആക്ടറാണ് മമ്മൂക്ക. ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ. മറ്റാരെയും ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ല. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണമെന്നും മമ്മൂക്കയുടെ കൂടെ കാർ രസം ചെയ്യിക്കുന്നതും മമ്മൂക്കയുടെ കൂടെ ഭക്ഷണം കഴിക്കണമൊക്കെ സ്വപ്നം കണ്ടിട്ട് ഞാൻ എൻ്റെ അമ്മയെടുത്ത് പറയുമ്പോൾ എൻ്റെ അമ്മയൊക്കെ എന്നെ കളിയാക്കാറാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, മമ്മൂക്കയെ കാണും. ഒരിക്കലും ഞാൻ മമ്മൂക്കയെ കാണും. നമ്മൾ നിരന്തരമായിട്ട് സ്വപ്നം കണ്ടാൽ അത് ഫലിക്കുന്ന പണ്ട് നമ്മുടെ പഴയ രാഷ്ട്രപതിക്ക് അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. നിരന്തരമായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ അത് ഫലിക്കും. സത്യമുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് മമ്മൂക്കയുമായിട്ടുള്ള ആത്മബന്ധം. മമ്മൂക്കയുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നു, അദ്ദേഹം എന്നെ വിളിക്കുന്നു. എനിക്ക് 2014 ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയപ്പം എന്നെ വിളിച്ച് നേരിട്ട് അഭിനന്ദിച്ച ഒരു വ്യക്തിയാണ് മമ്മൂക്ക. അങ്ങനെ അദ്ദേഹം അടുത്ത പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ആ വർഷത്തിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ തരുന്നു. ഇപ്പം ഞാൻ 4 സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. പക്ഷെ അതിലപ്പുറം വല്ലാത്തൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ മമ്മൂക്കയുമായിട്ട്, മമ്മൂക്ക എന്നെ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ബ്രദറാണ്, എൻ്റെ വാപ്പയാണ് എന്നൊക്കെ പറയാൻ എനിക്ക് ആ രീതിയിലുള്ളൊരു ബന്ധം എൻ്റെ പടച്ചോനാണെന്നാണ് ഞാനെപ്പോഴും എൻ്റെ മൊബൈലിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, പടച്ചോൻ എന്നാണ്. കാരണം ശരിക്കും കലാജീവിതത്തിൽ എൻ്റെ ഒരു പടച്ചോനാണ്. എനിക്ക് നേർവഴി കാണിച്ചു തന്ന്, എനിക്കൊരുപാട് മോട്ടിവേഷൻ തന്ന്. എൻ്റെ ഒരുപാട് ഷോർട്ട് ഫിലിമുകളൊക്കെ മമ്മൂക്കയുടെ ബേസിലൂടെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പല രീതിയിലും ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു കാറ് വാങ്ങുന്നത് മമ്മൂക്ക പറഞ്ഞിട്ടാണ്, ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങുന്നത് മമ്മൂക്ക പറഞ്ഞിട്ടാണ്. അങ്ങനെ പല രീതിയിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് മമ്മൂക്ക. അതും ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പൊതുവെ എല്ലാവരും പറയാറുണ്ട് മമ്മൂക്ക സീരിയസ് തന്നെയാണ്. പക്ഷെ മമ്മൂക്കയുടെ അടുത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ മമ്മൂക്കയെ പോലെ ഇത്രയും സരസനായ ഒരു മനുഷ്യൻ, ഇത്രയും നിഷ്കളങ്കനായ മനുഷ്യൻ, ഇത്രയും തമാശ വരുന്നൊരു മനുഷ്യൻ നമുക്ക് വേറെ കാണാൻ പറ്റില്ല. അത് അത്രയും ആത്മബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം എൻ്റെ ഒരു കോമഡി കണ്ടിട്ട് മമ്മൂക്ക ചിരിക്കുന്നത് ഞാൻ അടുത്തിരുന്ന് കണ്ട ഒരു നിമിഷമുണ്ട്. എൻ്റെ വളരെ ഫേമസായ കാലൻ എന്നൊരു കോമഡി ഉണ്ട്, കാലൻ. ഈ കാലൻ സ്കിറ്റ് വർഷത്തിൽ സെറ്റിൽ ഇരുന്നിട്ട് മമ്മൂക്ക ലാപ്ടോപ്പിൽ വെച്ചിട്ട് ഇയർഫോൺ വെച്ചിരുന്ന് കാണുന്ന കാഴ്ച എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ഇത്രയും കൂടുതൽ ആരാധിക്കുന്നൊരു നടൻ എൻ്റെ ഒരു സ്കിറ്റ് കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ചിരിക്കുന്നു എന്നുള്ളത്, എനിക്ക് എൻ്റെ കയ്യിൽ അന്ന് മൊബൈൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനതൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചേനെ മമ്മൂക്കത് കാണുന്ന ഭാഗം. അത്ര എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കൗണ്ടർ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ നമുക്ക് ആസ്വദിച്ചു എന്നുള്ളതാണ്. വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അത്ര പരിക്കണമെന്നല്ല ആൾ. ഒരുപാട് നന്മകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് ആളുകൾക്ക് മലയാള സിനിമയിൽ എത്ര പേരെയാണ് മമ്മൂക്ക കൈപിടിച്ച് കയറ്റിയിരിക്കുന്നത്, ഞാനടക്കമുള്ള എത്ര പേരെ. അത് വലിയൊരു കാര്യമില്ല. എവിടെ ഈ ഗോപൂര് കിടക്കണ എന്നെ ഈ ചേമ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിടക്കുന്ന ആൾ വന്ന് ഒരു സിനിമയിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ, പിന്നെ ഒരുപാട് സംവിധായകന്മാരുടെ അടുത്ത് നമുക്ക് എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിനോദിനെ ഉൾപ്പെടുത്തണം, വിനോദ് നല്ല ആക്ടറാണ്, വിനോദിന് അവസരം കൊടുക്കണം എന്നൊക്കെ പലരും എന്നോട് പല സെറ്റിൽ വെച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരാ ചെയ്യണത്? ഈ അച്ഛനെയും മോനെയും റോൾ മോഡലാക്കണം എല്ലാ നടന്മാരും. ഞാനതാ പറയണത്. ഇത്ര നല്ലൊരു മോനും ഇത്ര നല്ലൊരു അച്ഛനും. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ അതിന്നൊക്കെ വളരെ വ്യത്യസ്തനാണ് മമ്മൂക്കയും ദുൽഖറും. കാരണം ഞാൻ യങ്സ്റ്റേഴ്സിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല വ്യക്തിത്വമാണ് ദുൽഖർ. പെരുമാറാനും കൃത്യസമയത്ത് ലൊക്കേഷനിലെത്താനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ മിടുക്കനാണ്. ഭയങ്കര ഷൈയാണ് ആൾ. ദുൽഖറിൻ്റെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ ദുൽഖർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാപ്പക്ക് ഭയങ്കര കാര്യമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. എന്താ, ദുൽഖറിൻ്റെ കൂടെ ഞാൻ ഒരു 3 സിനിമകളിൽ അഭിനയിച്ചു. സ്വതോട്ടിൽ തുടങ്ങി 2-3 പടങ്ങളുണ്ടായി. നല്ല ബന്ധമാണ്, ഭയങ്കര ഇഷ്ടമാണ് എന്നെ. അതും നല്ലൊരു അനുഭവമാണ്. ആകസ്മികം എന്ന കഥ ഉണ്ടാക്കുന്നതും അത് സിനിമയാക്കുന്നതും. അത് സിനിമയാക്കിയപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മമ്മൂക്കയുടെ ഒരു ഭാഗം. മമ്മൂക്കയാണ് ആ സിനിമ ആദ്യമായിട്ട് കാണുന്നത്. മമ്മൂക്കയാണ് ഞാൻ ആദ്യമായിട്ട് ആ സിനിമ കാണിക്കുന്നത്. മമ്മൂക്ക എനിക്ക് 100-ൽ 99 മാർക്ക് എന്നാ, 100 മാർക്ക് എന്നാൽ നിനക്ക് അഹങ്കാരമായി പോകുന്നു പറഞ്ഞു.